ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാഹനം ഓടിക്കുന്നവർ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഓർക്കണമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ്. സ്കൂളുകളിലെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഹണി റോസിനെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ. ശ്രീ വളയനാട് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. വാഹനം ഓടിക്കുന്നവർ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഓർക്കണമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ്. മോട്ടോർ വാഹന വകുപ്പ് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ ബോധവൽക്കരണ മാരത്തോൺ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 36ാമത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ചായിരുന്നു റോഡ് സുരക്ഷാ ബോധവൽക്കരണ മാരത്തൺ സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പ്, കോഴിക്കോട് സിറ്റി പോലീസുമായി ചേർന്ന് റോട്ടറി ക്ലബ്, കാലിക്കറ്റ് സൈബർ സിറ്റിയുടെയും മറ്റ് സംഘടനകളുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച മാരത്തൺ ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ചു. സമാപനം ചടങ്ങ് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വാഹനം ഓടിക്കുന്നവർ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഓർക്കണമെന്ന് മേയർ പറഞ്ഞു. നിങ്ങൾക്ക് ആക്സിഡന്റ് ആയി നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുമ്പോൾ നിങ്ങൾ അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ടാ കരയും. എൻ്റെ അമ്മേ എന്ന് വിളിച്ചിട്ട് ഞാൻ അച്ഛാന്ന് വിളിച്ച് കരയുന്നുണ്ടാവും. ഓർക്കുക, എല്ലാവർക്കും ഒരമ്മയുണ്ട് എന്ന് ഓർക്കുക. നിങ്ങൾ വല്ലാതെ വേഗതയിൽ പോകുമ്പോൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുക, നിങ്ങളുടെ കാമുകിയെ ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞനുജനെ അവന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. തീർച്ചയായിട്ടും. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖല IG രാജ്പാൽ മീണെ IAS മുഖ്യ പ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ CVM ഷെരീഫ് റോഡ് സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നടൻ ആസിഫ് അലി സദസ്സുമായി സംവാദം നടത്തി. പയ്യെ പോകുന്നത് തന്തവൈബല്ല. ഇപ്പൊ അങ്ങനെ ഒരു സംസാരമുണ്ട്. പെട്ടെന്ന് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ആൾ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അത് തന്തവൈബാകുന്നു. തന്തവൈബ് എന്താണെന്ന് അറിയാലോ അല്ലേ? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ P ഉമ്മർ, AK മുസ്തഫ എന്നിവർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നിർവഹിച്ചു. കോഴിക്കോട് RTO PN നസീർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അരുൺ K പവിത്രൻ, ചലച്ചിത്ര നടി അപർണ ബാലമുരളി, സംവിധായകൻ ജിത്തു ജോസഫ്, നടി സുരഭി ലക്ഷ്മി, എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ, ട്രാഫിക് പോലീസ് സൂപ്രണ്ട് L സുരേന്ദ്രൻ, വാർഡ് കൌൺസിലർ K റംലത്ത്, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ CVM ഷെരീഫ്, RTO PN നസീർ, എൻഫോഴ്സ്മെന്റ് RTO CS സന്തോഷ് കുമാർ, പ്രജിത് ജയപാൽ, റോട്ടറി ക്ലബ് ഭാരവാഹികളായ ഡോക്ടർ സേതു ശിവശങ്കർ, സക്കീർ ഹുസൈൻ മുല്ലവീട്ടിൽ, സന്നാഫ് പാലക്കണ്ടി തുടങ്ങിയവർ സന്നിഹിതരായി. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ആരംഭിച്ച മാരത്തൺ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IASഉം ഉത്തരമേഖല IG രാജ്പാൽ മീണ IPSഉം ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാത്തിമ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, CH ഓവർബ്രിഡ്ജ് വഴി മാരത്തോൺ ബീച്ചിൽ സമാപിച്ചു. വിവിധ ആശയങ്ങൾ ഉൾപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നിശ്ചല ദൃശ്യങ്ങൾ മാരത്തോണിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്കൂളുകളിലെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. പൂനൂർ GMUP സ്കൂൾ ശതോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൂനൂർ GMUP സ്കൂൾ ശതോത്സവവും AC ഇന്ദിര ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിശബ്ദ വിപ്ലവമാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മുഖേന നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിലും അധ്യയനത്തിന്റെ കാര്യത്തിലും അധ്യാപകരുടെ കാര്യത്തിലും വലിയ മാറ്റമാണ് സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റം പൊതുജീവിതത്തിൽ മികച്ച ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു നിശബ്ദ വിപ്ലവമാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു മേഖലയാക്കി മാറ്റണമെന്ന് സർക്കാർ ആഗ്രഹിക്കുകയാണ്.
ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമാനമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അന്യരാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥാപിക്കാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാഭ്യാസ വിദഗ്ധന്മാർ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വിദ്യാലയം അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥാപനം മാത്രമല്ല, ആ നാട്ടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന പുണ്യ സ്ഥാപനങ്ങളാണ്. പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ നാസർ എസ്റ്റേറ്റ് മുക്ക് അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം CP കരീം, PTA പ്രസിഡന്റ് അസ്ലം കുന്നുമൽ, AK ഗോപാലൻ, K ഉസ്മാൻ, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാനാധ്യാപകൻ AK അബ്ദുൾ സലാം, സ്റ്റാഫ് സെക്രട്ടറി സലാം മലയമ്മ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. ചിത്രാഞ്ജലി 38ാമത് അഖില കേരള നഴ്സറി കലോത്സവത്തിന് തുടക്കമായി. മുൻ വർഷത്തെ കലാപ്രതിഭ MM നക്ഷത്ര ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കലാസാംസ്കാരിക സംഘടനയായ ചിത്രാഞ്ജലി 38ാം അഖില കേരള നഴ്സറി കലോത്സവം ചിന്മയ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ചിന്മയാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് P രാധാകൃഷ്ണൻ IRS അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ഗോകുലം ഗോപാലൻ മുഖ്യാതിഥിയായിരുന്നു. നിങ്ങൾ എനിക്ക് കാണിച്ച ആദരവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭാഷയില്ലാത്തതിൻ്റെ പേരും എൻ്റെ നെഞ്ചിൽ കൂടി, എൻ്റെ ഹൃദയത്തിൽ കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ്. കാരണം നമ്മളൊക്കെ കാർമ്മിക രംഗത്തിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രസംഗത്തിൽ കൂടി അത് പറഞ്ഞു കാണിക്കുക എന്നത് വലിയ വിഷമമാണ്. കാരണം നമ്മളൊക്കെ പ്രസംഗം വളരെ നല്ലൊരു കലയാണ്. ഒരു സംഗീതം ഒരു കലയാണ്. ഓരോന്നും ഒരു കലയാണ്. ഓരോരുത്തരുടെ ദൈവം ഓരോരുത്തരും നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കലകൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം ഓരോരുത്തർക്കും അതിൽ വിജയം നേടി അതിൽ കൂടി മനുഷ്യനെ അറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്നത്. PV ചന്ദ്രൻ, സ്വാമി ചിദാനന്ദ സരസ്വതി ആചാരി, അജീഷ് B, ഷിനോജ് നായർ, മാനുവൽ ആന്റണി, ആനന്ദ് മണി, ഡോക്ടർ മനോജ് കാളൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചിത്രാഞ്ജലി പ്രസിഡന്റ് K നൌഷാദ്, ട്രഷറർ TC ബസന്ത്, സെക്രട്ടറി ത്രിദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് സോളോ ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ്, ആക്ഷൻ സോങ്, ഗ്രൂപ്പ് ഡാൻസ്, സ്റ്റോറി ടെല്ലിംഗ്, റെസിറ്റേഷൻ, മോണോ ആക്ട് എന്നീ ഇനങ്ങളിൽ മത്സരം നടന്നു. ഗീതാഞ്ജലി, രാഗാഞ്ജലി, പുഷ്പാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലാണ് പരിപാടികൾ അരങ്ങേറിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ R കീർത്തി. കാവ് സംരക്ഷണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പരിസ്ഥിതി സംരക്ഷണ സമിതി സംഘടിപ്പിച്ച കാവ് സംരക്ഷണ ദിന സെമിനാർ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് R കീർത്തി ഉദ്ഘാടനം ചെയ്തു. കടലുണ്ടി മാനാത്തുകാവ് പ്രതിനിധി ഫൽഗുനനു വൃക്ഷത്തായി നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പരിസ്ഥിതി സംരക്ഷണ സമിതി ചെയർമാൻ PK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ,
ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർമാരായ EP ഇന്ത്യാസ്, P സത്യപ്രഭ, പരിസ്ഥിതി പ്രവർത്തകൻ MA ജോൺസൺ, MK ജയകൃഷ്ണൻ, N സന്തോഷ് കുമാർ, N ആഷിഖ്, പരിസ്ഥിതി സംരക്ഷണ സമിതി സെക്രട്ടറി KV ഗോപികൃഷ്ണൻ, ട്രഷറർ MM സദാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊഫസർ KM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, ഡോക്ടർ അഞ്ജന ഭാഗ്യനാഥൻ എന്നിവർ പ്രഭാഷണം നടത്തി. കാവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സമുദ്ര നിരപ്പിലുള്ള ഇനി ബാക്കിയുള്ള നിത്യഹരിത വനങ്ങൾ കാവുകൾ മാത്രമാണ്. അത് നമ്മൾ വനങ്ങൾ സംരക്ഷിക്കുന്ന അതേ മാതൃകയിൽ ഓരോ കാവുകൾക്കും എന്ത് പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി അതിനെ മനസ്സിലാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നമ്മൾക്ക് ശേഷവും നമ്മുടെ വർക്കിംഗ് പ്ലാനൊക്കെ വനം വകുപ്പിനെ സംബന്ധിച്ച് ഓരോ വനത്തിനെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങൾ അവിടെ ചെയ്യണമെന്നും എങ്ങനെ അത് പരിപാലിക്കണമെന്നും ശാസ്ത്രീയമായി അതിനൊരു ബേസ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ കാവുകളെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സാമൂര്യൻസ് വൈസ് പ്രസിഡന്റ് KR ജംഗീഷ് ചിത്രരചന വിജയികൾക്ക് സമ്മാനം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹണി റോസിനെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹണി റോസിനെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ. ഹണി റോസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടന്ന പ്രചാരണം താൻ സംഘടിത കുറ്റം നടത്തിയതിന്റെ ഭാഗമാണെന്ന് പ്രചരിപ്പിച്ച് തന്നെ അപകീർത്തിപ്പെടുത്തിയതിനാണ് നോട്ടീസ് അയക്കുന്നത്. തനിക്കെതിരെ അവർ പോലീസിന് നൽകിയ പരാതിയിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചതാണ്. തുടർന്ന് വ്യാഴാഴ്ച അവർ വീണ്ടും തനിക്കെതിരെ പോലീസിൽ വ്യാജ പരാതി നൽകി. പോലീസ് നിയമം ദുരുപയോഗം ചെയ്യുകയാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതായത് ഈ വ്യാജ പരാതിയുടെ ഒരു ഇരയാണ് ഞാനും. അതുകൊണ്ട് ഹണി റോസും എന്താണ് കേസ് നടത്താൻ പോകുന്നതിന്റെ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിരിക്കണം. ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലേക്ക് ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും. നാന്തകം എഴുന്നള്ളിപ്പ്, ദ്രവ്യകലശം, കൊടിയേറ്റം, ആറാട്ട്, നാന്തകം തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തളി ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ നാന്തകം എഴുന്നള്ളിച്ചതോടെ വളയനാട് ദേവീ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ബ്രഹ്മശ്രീ ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് മുൻപായി ഫെബ്രുവരി 1 മുതൽ 6 വരെ ഭഗവതിക്കും മഹാദേവനും ദ്രവ്യകലശ ചടങ്ങുകൾ നടക്കും. ദ്രവ്യകലശം പൂർത്തീകരിച്ച് ഫെബ്രുവരി 6 രാത്രി 7:45 ഉത്സവം കൊടിയേറും. ഉത്സവം ആരംഭിച്ച് ഫെബ്രുവരി 13 ആറാട്ടോടുകൂടി സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രവിധി പ്രകാരമുള്ള ചടങ്ങുകളും ക്ഷേത്ര കലശവും കലാപരിപാടികളും 6 ദിവസത്തെ പ്രസാദ ഊട്ടും ഭക്തർക്കായി ഒരുക്കും. കലാപരിപാടികൾ തിരുമുറ്റം സ്റ്റേജിലും പ്രധാന വേദിയിലുമായി അരങ്ങേറും. കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭരായ കലാകാരന്മാർക്കൊപ്പം പ്രാദേശിക കലാകാരന്മാരും നൃത്ത ഇനങ്ങളിലും വാദ്യ ഇനങ്ങളിലും വേദിയിലെത്തും. എഴുന്നള്ളിപ്പുകളിൽ ഗുരുവായൂർ ദേവസ്വം ആനകൾ തിടമ്പേറ്റും. മേളങ്ങൾക്ക് പ്രശസ്ത മേളവിദ്വാൻമാർ പ്രമാണം വഹിക്കും. വിപുലമായ ഉത്സവാഘോഷ കമ്മിറ്റിയാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മകപടി
Bobby Chamanur International Jeweler. വാർത്തകൾ തുടരുന്നു. ഗാന്ധിജിയുടെ സ്മരണയിൽ സർവോദയ മണ്ഡലം ഉപവാസം സംഘടിപ്പിച്ചു. കേരള മദ്യനിരോധന സമിതിയും ചേർന്ന് നടത്തിയ ഉപവാസം മദ്യവിരുദ്ധ ജനകീയ മുന്നണി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയും സർവോദയ മണ്ഡലം ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. മദ്യവിരുദ്ധ ജനകീയ മുന്നണി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും ഗ്രാമീണമായൊരു സ്ഥലം. ഞാൻ അവിടുത്തെ പള്ളിയിൽ വികാരിയച്ഛനായിരുന്നു 3 കൊല്ലം. ഞാനായിട്ട് അവിടെ മാറി തുടങ്ങിയെന്ന് വിചാരിക്കരുതിട്ടാണ്. കുട്ടികൾ ബോധമുള്ളവരായതുകൊണ്ടേ അങ്ങനെയൊക്കെ ചിന്തിച്ചു കളയാൻ ധാരാളം സാധ്യതകൾ ഇല്ലാതില്ല. ഈ കോടന്നൂരൊരു ബാറ് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ അവിടുത്തെ വാർഡ്, അവിടുത്തെ പഞ്ചായത്ത്, തൃശ്ശൂർ ജില്ലാ ബ്ലോക്ക്, ഈ എല്ലാ ജനാധിപത്യ സംവിധാനത്തിലെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ എല്ലാ തട്ടുകളിലും ഇടതരുണ്ട്, വലതരുണ്ട്, രണ്ടും കൂടിയതുണ്ട്, രണ്ടും കെട്ടതുമുണ്ട്. ഇവരൊക്കെ പ്രമേയം പാസ്സാക്കിയില്ല. പക്ഷേ ബാറുകൾ, പാലക്കാട് ബ്രൂവറി പെട്ടെന്ന് പൊട്ടി മുളച്ച്, അനുവാദം കെട്ടിടൊന്നും ആയിട്ടില്ല, അതൊരു തരിശു ഭൂമിയായിട്ട് കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 13 വർഷമായി അവിടെ ഒരു ജനത സമരത്തിന്. മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ടി.എം. രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി.കെ.എ. അസീസ്, പ്രൊഫസർ ഒ.ജെ. ചിന്നമ്മ, പി.ഐ. അജയൻ, ആന്റണി ജേക്കബ് ചാവറ, രാജീവൻ ചൈത്രം, പി. ബാവക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ബീന പൂവത്തിങ്കൽ നാരങ്ങ നീര് നൽകിക്കൊണ്ട് ഉപവാസം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രീയ മഹിളാ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസ സമരം അനുഷ്ഠിച്ചത്. RJD ജില്ലാ പ്രസിഡന്റ് MK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സഹന സമരം നടത്തി അഹിംസ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ധീരമായ പോരാട്ടത്തിൽ വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നാഥുറാമിനായി ഗോഡ്സെ എന്ന വർഗീയവാദി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 198 രാഷ്ട്രങ്ങൾ അംഗത്വമെടുത്തിട്ടുള്ളതാണ്. ഐക്യരാഷ്ട്രസഭ ഗാന്ധിജിയുടെ ജന്മദിനത്തിലാണ് ലോക അഹിംസാ ദിനമായി കൊണ്ടാടുന്നത്. എത്രത്തോളം അഹിംസ രീതിക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഗാന്ധിജിയെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ലോകം മുന്നോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. മതേതരത്വം എന്ന ഏറ്റവും മഹത്തായ മൂല്യത്തെ മുൻനിർത്തി ഗാന്ധിജി പ്രവർത്തിച്ച നാട്ടിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന തന്ത്രമാണ് RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളുടെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സമരത്തിന്റെ സമാപന സമ്മേളനം രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് OP ശ്രീജ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PC നിഷാകുമാരി അധ്യക്ഷത വഹിച്ചു. സലീം മടവൂർ, P. മോനിഷ, MK സതി, PP നിഷ, കിഷൻ ചന്ദ്, CP രാജൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വോയിസ് ഓഫ് അമ്പലപ്പടിയുടെ 44ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2ാമത് സംസ്ഥാനതല ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നു.
ഫെബ്രുവരി 5 മുതൽ 9 വരെ എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് കളികൾ നടക്കുന്നത്. നമ്മുടെ ഈ എരഞ്ഞിക്കൽ പ്രദേശം എന്ന് പറയുന്നത് പണ്ട് മുതലേ വോളിബോളിന് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമായിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് കാലം നിന്നുപോയെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ വോയ്സ് അമ്പലപ്പടിയുടെ നേതൃത്വത്തിൽ എരഞ്ഞിക്കൽ അമ്പലപ്പടി കൂട്ടായ്മയാണ് ഈ വോളിബോൾ ഇപ്പോൾ സംഘടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നത്. എരഞ്ഞിക്കൽ അമ്പലപ്പടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓപ്പൺ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 5 മുതൽ 9 വരെ എരഞ്ഞിക്കൽ PVS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ഗ്രൗണ്ടിലാണ് കളികൾ നടക്കുക. ഫെബ്രുവരി 5-ന് വോളിബോൾ മുൻ ദേശീയ താരം ജോസ് ജോർജ് IPS ഉദ്ഘാടനം നിർവഹിക്കും. 8 ടീമുകൾ മത്സരിക്കും. ഒരു ദിവസം രാത്രി 6:30 മണിക്കും 8:30 മണിക്കുമായി 2 കളികൾ വീതമുണ്ടാകും. സംസ്ഥാന വോളിബോൾ മത്സരത്തിന്റെ അനുബന്ധമായി ഫെബ്രുവരി 1-2 തീയതികളിൽ പ്രാദേശിക ടൂർണമെന്റും സംഘടിപ്പിക്കും. ടൂർണമെന്റിൽ ഈ പ്രാവശ്യം വോളി അക്കാദമി ബദരൂരും യുവതാര സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ചെറുകുളം, അതുപോലെ തന്നെ മുങ്കൂർ ഫ്രണ്ട്സ് വോളിബോൾ ക്ലബ്ബും, അതുപോലെ തന്നെ ജോളി ബോയ്സ് അമ്പലപ്പടിയും ഈ പ്രാവശ്യം പ്രാദേശിക വോളിബോൾ കളിക്കുന്നുണ്ട്. അത് ഫെബ്രുവരി 1 ശനിയാഴ്ചയും ഫെബ്രുവരി 2 ഞായറാഴ്ച. വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പൂമക്കൊത്ത്, കൺവീനർ മുരളീധരൻ C, സിറാജ് എരഞ്ഞിക്കൽ, നിസാർ NV, ശശികുമാർ P തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഫ്യൂച്ചർ ഇന്നോവേഷൻസിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് നടന്ന ഫ്രീഡം ഫാഷൻ ഫ്യൂഷൻ മെഗാ ഷോയിൽ വിജയികളായവർക്ക് FI മിസ് കേരള, മിസിസ് കേരള, FI മിസ്റ്റർ കേരള പട്ടങ്ങൾ സമ്മാനിച്ചു. മിസിസ് കേരളയായി ഡോക്ടർ അശ്വതി മോഹനും, ഫസ്റ്റ് റണ്ണറപ്പായി റൈസീനയും, മിസ് കേരളയായി ലിയാന ഖാലിദും, ഫസ്റ്റ് റണ്ണറപ്പായി ശില്പ ശാന്തി പിള്ളയും തെരഞ്ഞെടുക്കപ്പെട്ടു. മിസ്റ്റർ കേരളയായി അബി ജോയിയും, ഫസ്റ്റ് റണ്ണറപ്പായി ഇദ്രിസ് മാബിയും, അവിവാഹിതരുടെ വിഭാഗത്തിൽ ജിബിൻ വർഗീസും, ഫസ്റ്റ് റണ്ണറപ്പായി ആദിത്യ അജിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു. സിനിമാ താരങ്ങളായ റോൺസൺ വിൻസെന്റ് നവമി, സന്ദീപ് മേനോൻ, മിസിസ് മലബാർ പട്ടം നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി, മിസിസ് കേരള നമ്രത പ്രകാശ്, ഡോക്ടർ P ജയരാജൻ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് BKS എന്നിവരാണ് വിധി നിർണയം നടത്തിയത്. വിജയികൾക്ക് ബോബി ചെമ്മണ്ണൂരും സിനിമാ താരം മുൻസിലയും കിരീടധാരണം നടത്തി. നടനും ഷോയുടെ സംവിധായകനുമായ ഇടവേള ബാബു, FI ഇവന്റ്സ് ചെയർമാൻ MP രഞ്ജിത്ത്, CEO ഇസമുല്ലാലി, നടനും കോറിയോഗ്രാഫറുമായ ഡാലു കൃഷ്ണദാസ് തുടങ്ങിയവരും സംബന്ധിച്ചു. തെക്കുവീട് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം സെന്റ് തോമസ് ചർച്ച് അമലാപുരി ചാവറ കൾച്ചറൽ ഹാളിൽ നടന്നു. പ്രസിഡന്റ് TP കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേയർ M ബീന ഫിലിപ്പ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യു, നടക്കാവ് പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ നിറാസ് KT, റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് N ഭാഗ്യനാഥ്, TLRA സെക്രട്ടറി EM വിപിൻ, ട്രഷറർ P വിജയരാഘവൻ തുടങ്ങിയവരും സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഹനം ഓടിക്കുന്നവർ വീട്ടുകാരെയും പ്രിയപ്പെട്ടവരെയും ഓർക്കണമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ M ബീന ഫിലിപ്പ്. സ്കൂളുകളിലെ പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വലിയ മാറ്റങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഹണി റോസിനെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് രാഹുൽ ഈശ്വർ. ശ്രീ വളയനാട് ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 31 മുതൽ ഫെബ്രുവരി 14 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God.
Chemanur International Jewelers.